ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു കളി ട്രൈ ചെയ്ത് നോക്കി. പാസ് ഓർ എക്സ്പ്ലോഡ് എന്നാണ് ഗെയിമിൻ്റെ പേര്. കിടിലൻ കളി തന്നെയാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കത്തില്ല ഒരു കളിയാണ്. ഇതാ ഞാൻ കാണിച്ച കളി എങ്ങനെയാണെന്ന്. സൗണ്ട് കുറച്ച് പേര് പോയി, കുറച്ച് കുറക്കാം. കാണിച്ചാൽ ആദ്യം ഇങ്ങനെ വോട്ടിങ്ങിന് ഉണ്ടാവും. നമുക്ക് വെറുതെ വേണ്ട ഇങ്ങനെ എടുക്കും. ഞാൻ പറ്റിയിരുന്നു, എല്ലാവരും തീരാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ നിന്നാട്ടാ. ബ്രിഡ്ജ് ടു ഐ സി എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിന് വന്നിട്ടുള്ളത്. റൗണ്ട് സ്റ്റാർട്ട്സ്. ഇതാണ് സ്ഥലം വന്നിട്ടുള്ളത്. ഇപ്പോൾ ബോംബ്സ്. ഇപ്പോൾ ഒരാളേക്കിൽ ബോംബ് വരും. ഇന്ത്യക്കിൽ ഇതാ ബോംബ് വന്നു. ഞാൻ വേറൊരാൾക്ക് കൊടുക്കണം. ഈ 7 സെക്കൻഡ് ഇന്ത്യക്ക് തന്നെയാണെങ്കിൽ ഞാൻ ഔട്ടാവും. ഇതാണ് കളി. ഇപ്പോൾ ഞാൻ അടിക്ക് ഇറങ്ങി. ഇതാ അവിടെ ഒരാൾ കരൺ എന്ന് പറഞ്ഞ ഒരാൾ ഔട്ടായി. ഭാഗ്യം വീണ്ടും എൻ്റെ കയ്യിൽ തന്നെ. ഇതെന്ത് കളിയടാ? ഞാനോടട്ടെ. നമുക്ക് എങ്ങനെ എല്ലാ പ്രാവശ്യവും കളി തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ തന്നെയാണല്ലോ വരുന്നത്. എങ്ങനെ ഇവിടെ മേലെ നിന്ന് ഭരതനാട്യം കളിക്കാതെ വിട്ട്. ഇതെന്തോന്നടേ? ലാഗുണ്ട്. ഇപ്പം ഞാനാവുക ഔട്ടാവുക. എൻ്റെ ഏതായാലും അങ്ങോട്ട് പോയാക്കണം. പോകാനും മടി. ഇവിടെ തന്നെ ഇതൊക്കെ എന്താ ആ പൊളീന് ഗൈസ്. എനിക്ക് തോന്നിയതാണ് ഞാൻ ഔട്ടാവുന്നത്. റിവൈവ് ചെയ്യാനും വേറെ റിവെഞ്ച് നമ്മളെന്തായാലും കഴിയൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് 1 ലാഗ് ചെയ്യാൻ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഔട്ടായിട്ടില്ല. ഔട്ടായിട്ട് നമുക്ക് കാണിച്ചാണല്ലോ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടാ. മേലെ കയറാം, അടിയിലേക്ക് ഇറങ്ങാം. ചങ്ങായി മേലെയാണ്. അപ്പോൾ നമുക്ക് ഓന ഗൈസ് അവിടുന്ന് ദുജിഹീല ഔട്ടായിട്ടുണ്ട്. അതാ ഇവിടേക്കലുണ്ടാവും. വേദ ഓടുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ലാഗാണല്ലോ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഇവിടെ മേലൊക്കെയാണ് സേഫ്. എന്നിട്ട് അടിക്കാട് ഇന്ത്യ പിന്നാലെയാണല്ലോ അല്ലേ? രക്ഷപ്പെടുന്നത് വേദന. ഇന്ത്യക്കൊക്കെ വന്നാൽ പെടും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ അല്ലെങ്കിൽ ലാഗാണ്. ഓളെ ഒരാളെ ഓൾ ഔട്ടായി. ഇനി ആണുങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഓനെ മേൽക്കേരണ്ട. ഇനി മേൽക്കേര്. ഇനി അവൻ്റെ പിന്നാലെ തന്നെ പോകട്ടോ. 2-1 ഗൈസ്. ഇനി തേർഡിന് ഉള്ള പോരാട്ടാട്ടോ. ഞാൻ അടിക്കട്ടെ. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 കളിയുണ്ട്. ചെക്കൻ കളിക്കണില്ല, വെറുതല്ല. അവൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ അവിടെ ലാഗ് ഔട്ടായില്ലേ? ഓ ഗൈസ്, ഫൈനൽ ഇങ്ങനെ കേട്ടോ. ഫൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ട് ഈ ഇതിന് അപ്പുറത്തേക്ക് വീണവർ ഔട്ടാവും. ഞാൻ അപ്പോൾ ഔട്ടായി ഗൈസ്. കുഴപ്പമില്ല. ഇതാണ് കളി, മനസ്സിലായില്ലേ? ബോംബ് നമ്മളേക്കൊന്ന് പെട്ടെന്ന് പാസ് ചെയ്ത് കൊടുക്കുക. മെയ്സാടെ രസടാ. പിന്നെയും ഞാൻ അതുകൊണ്ട് മെയ്സിലെത്തണേ. പക്ഷെ ഒരു മെയ്സിൽ നിന്നില്ല. ഇത് പിന്നെയും അതേമാതിരത്തെ വേറൊരു സ്ഥലമേ ഉള്ളൂ. ബ്രിഡ്ജ് എണ്ണോ കുഴപ്പമില്ല. ഒരാളെങ്കിലും ആരെങ്കിലും പോകുമ്പോൾ അമ്മേ അവിടെയാണ്. നോക്കട്ടെ. ചങ്ങായി ഗജി കിട്ടിയൊക്കെയാണ്. അവൻ കളിക്കണ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ആരെങ്കിലും ഹൈസൻ എന്താണ് അവൻ്റെ പേര്? ചെക്കൻ അടിക്ക് ചാടി. ഞാൻ ഓടട്ടെ. പെട്ട് രക്ഷപ്പെട്ട. വേദ ഔട്ടായിട്ടുണ്ട്. അവിടെ അടിയിലാണ്. അല്ല മേലെയാണ്. മേലാകുമ്പോൾ നമ്മൾ അടിയിലേക്ക് ആടണം. അടിയിലാകുമ്പോൾ മേലേക്ക് പോകണം. നല്ല രീതിയിൽ തന്നെ വെക്കുക. എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം നമുക്ക്. രക്ഷപ്പെട്ടു. അമ്മു ഔട്ടുണ്ട്. അടിയിലേക്ക് പോവാം. അങ്ങോട്ട് പോവാം. എൻ്റെ പിന്നാലെ നല്ലല്ലോ. അമ്മ രക്ഷപ്പെട്ട്. ഇന്ത്യക്കിലാട്ടോ ബോംബ്. പൊട്ടൻ കളിച്ച് എന്തൊരു അടിയിൽ ചാടാം. വേദം നമുക്ക് റിക്വസ്റ്റ് ഇടുന്നുണ്ട്. നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ടോ? രക്ഷപ്പെട്ട്. പെടുമല്ലോ മോനെ.
മേലേക്ക് കയറണ്ട. ഇനി മേലേക്ക് വേണ്ട. മേലേക്ക് പോകണല്ലേ. പെട്ടു. ഓ രക്ഷപ്പെട്ടു. മെല്ലെ യെസ് സെക്കൻഡേക്കളാണ്. പെട്ടിതാണ് ഇതിൻ്റെ പ്രശ്നം. ലാഗാണ്. ചാടി കളിക്കണമല്ലേ അല്ലെങ്കിൽ മേത്ത്. എടാ ഇത് ലാഗ് കേട്ടോ. നല്ല നെറ്റ് വലിക്കണ്ടല്ലോ. എൻ്റെ രൂപത്തിൽ ഞാൻ ഔട്ടായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. നമ്മളൊന്നും കൂടി ജോയിൻ ചെയ്തിട്ട് കാണാതാണല്ലേ. ഓ സോറി ഗൈസ്, നെറ്റ് പോയതാട്ടോ. അല്ലാതെ നെറ്റിൻ്റെ പോയതുകൊണ്ടാണ് സംഭവം കഴിക്കുന്നത്. കുഴപ്പമില്ല, നമ്മളിനി പൊളിക്കുന്ന പറഞ്ഞാൽ പൊളിച്ചിട്ടേ പോകുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇനി ഫുള്ള് ഫസ്റ്റാണ്. വാശിയാണ്. ഇത് ഗേൾസ് തമ്മിലുള്ള ഫൈറ്റ് ആട്ടോ. കണ്ടോളി. വിന്നർ ഇല്ലാവും ആണ് അവളെ പേര്. കുഴപ്പമില്ല, പിരമിഡ് എടുക്കാം. കാണാനൊക്കെ രസമുണ്ട്. അവിടെ ഈ രസമുള്ള സ്ഥലത്ത് പോയി വോട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും വേറെ 3 ആളും 3 കൂട്ടാ. പിരമിഡറാ നമ്മളോടാ കളി. വേറൊരാൾ ലാസ്റ്റ് വന്ന് വോട്ട് ചെയ്ത്. ഇല്ല ഞാനെന്നാലും കുറച്ച് ആൾക്കാരുള്ളല്ലോ. പെട്ടെന്ന് കളി കഴിയും ഗൈസ്. ലാഗും ആരെങ്കിലും ബോംബ് പോകണില്ല. അവിടെ ഞാൻ നിർത്തുകയാണ് പാസ്വേഡ് എക്സ്പ്ലോഡ്. നെറ്റ് നല്ല വലിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നല്ല ലാഗ് വരുന്നേ. മോളെ ഞാൻ കൊടുത്തുക്കുന്ന ഒരാളേക്ക് ആവില്ല. കണ്ടോളി, ഞാൻ എല്ലാവരുടെ അടുത്ത് പോലും പോയി കണ്ടാണ് കൊടുക്കുന്നത്. എനിക്ക് ലിസൊക്കെ കൊടുക്കണമെന്നുണ്ട്. ഞാൻ ഇത് ലാഗായിട്ട് നമുക്ക് തന്നെ ലെക്കാനല്ല. ഓ ചെക്കൻ കളിക്കണില്ല. നമ്മൾ പോയി വാങ്ങണ്ട. ലാഗ് കാരണം നമ്മൾ ഔട്ട് ആവാത്ത രീതിയിൽ നിൽക്കുകയാണ്. റേസ് ഔട്ടായിട്ട് റേസ പിന്നെ ലിസ മങ്കിയിലെ ഓർക്കർ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഓൾക്കാണ്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓൻ കളിക്കണില്ല. ഔട്ടാവില്ല. ഞാനും കുറേ പെണ്ണുങ്ങളും പടച്ചോനെ. ഒരു പെണ്ണ് ഔട്ടാട്ടെ ഐസ്. ഞാനും കുറേ പെണ്ണുങ്ങളുമാണ്. പൊളി. ഇന്നൗട്ടാക്കാനേ നോക്കുള്ളൂ. കറ കൊടുത്തുണ്ട്. ബാബ ഇന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാവുന്നില്ല. നമ്മളെ പോകുമ്പോൾ ഇവിടെ പോലും നേർക്ക് അറിയാത്ത രീതിയിലാണ്. ജിസു ലവർ ഔട്ടായിട്ടുണ്ട്. എന്നിട്ട് അവിടെ പേരാണ് വല്ല വേറെ ഒന്നും വിചാരിക്കുന്നത്. ബസ് അവിടെ ലാഗാണ്. ഞാനെന്ത് ചെയ്തു ഇനി അരിഞ്ഞായിരിക്കല. അവിടെ ഇവളേക്ക് എങ്ങനെയെങ്കിലും ഇവളേക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് തോന്നിയതാണ് ഇന്ത്യയൊക്കെ വരും. ഞാൻ ഔട്ടായി. കുഴപ്പമില്ല. അവിടെ ഇതെങ്ങനെ പോക്കുക റിവഞ്ച്. റിവഞ്ചിന് അവസരമല്ല. അപ്പോൾ ലാഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തോൽക്കണേ. കളി എങ്ങനെ ഉണ്ട്? കിട്ടില്ലല്ലോ. നിങ്ങൾ കളിച്ചോളൂ. സിലിണ്ടർ വേണ്ട, മറില് വേണ്ടേ. ഐ സി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. ഐ സി എന്ന് പറഞ്ഞാൽ ഇതും ഐ സിയിലാട്ടോ കളി. ഇന്ത്യക്ക് ആദ്യം ബോംബ് വരാൻ സാധ്യത പറഞ്ഞതേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. ആരും ഇന്ത്യക്ക് നിന്ന് വാങ്ങിപ്പോയതാട്ടോ. അല്ലാതെ ചെക്കൻ കളിക്കണില്ല. എന്തായാലും ഞാൻ ആരെങ്കിലും പോയി വാങ്ങാം. കുട്ടിടാസോരടാ ഇവിടെ വേറെ പണി. ഇതിലെന്താ മൊത്തം പെണ്ണുങ്ങൾ. ഞാൻ 2 ആണുങ്ങളാണുള്ളത്. കളി ബോറാവല്ലോ. അല്ലാഹു അക്ബർ. ഗൈസ് പെടും നമ്മൾ തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് ബോംബ് എത്തിയതേ ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ. അവിടെ ഒന്ന് വാങ്ങടാ. ഞാൻ ഔട്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യക്ക് ബോംബ് എത്തി ഞാൻ അറിഞ്ഞിട്ടില്ല. തലമ തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ലാഗാണ്. നെറ്റ്വർക്ക് നല്ല ഇഷ്യൂ ഉണ്ട് മോനെ. എന്തിൻ്റെ കേടേനോ ഞാൻ നിർത്താൻ പോണേ. എന്ത് പറയണേ? അവിടെ എന്താണത്? എന്ത് ലാഗാണ്? ഇങ്ങനെയുണ്ട് ലാഗ് പറഞ്ഞാൽ. ഞാൻ ഇതാക്കിയോട്ടെ അങ്ങനെ ചാടി കളിച്ച് അടുത്ത പ്രാവശ്യം നമ്മൾ ജയിക്കും ഗൈസ്. 100% ഷുവറാണ്. ജയിച്ചിട്ടേ പോകുള്ളൂ. ഇവർ രണ്ടാളുള്ള ഫൈറ്റ് കാണല്ലോ. കണ്ടോ ലാഗ് ഉണ്ടോ?
അവിടെ ഈ ലാഗില്ലാണ്ട് ഞാൻ ജയിക്കണ്ടല്ലേ. ബിസ്മില്ലാ ഒരു മെയ്സ് വരണേ. മെയ്സ് 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 ആ വെടിജസ് ആയാലും മതി. വെടിജസ് ആയാലും മതി. വെടിജസ് 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 വെടിജസടാ. അടാ പോടാ, ഇതൊന്നും രസമില്ല. ലാഗ് കളിയാണ്. ഇതുകൊണ്ട് ഇളകാൻ നിന്നാൽ മതി. അവിടെ പോടാ ഓടുന്നു. ഇതിലൊക്കെ ഔട്ടാവുകയാണ്. എന്ത് ലാഗ് എന്നർത്ഥം. പിന്നെ ഓൻ കളിക്കണില്ല അല്ലേ? കളിക്കണില്ല. എന്തോ ലാഗ് ഇഷ്യൂ കേട്ടോ. നെറ്റ്വർക്ക് നല്ല ലാഗായിട്ടുണ്ട്. ബാക്കി ഞാൻ ഇന്ത്യയൊക്കെ എത്തി വിചാരിച്ച്. ഇങ്ങോട്ടോട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ടോട് ഇങ്ങോട്ടോട് ഇന്ത്യയൊക്കെ എത്തിയാ അവിടെ പോണം. ഇത് ഞാൻ പോകാം. ഇത് വരാത്താൻ ഒരുമാതിരി കളി കളിക്കണം. നോക്കാം. ബഗ്ഗാണ് ഗൈസ്. ബഗ് നല്ല ബഗ്ഗുണ്ട്. ചൊറ തീർന്നോക്കാ. എവിടെയാ ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. കാണിച്ചേരടാ. റിവെഞ്ച് ടൈമാണ്. കാണിച്ചേരാ. ഞാൻ ആരെയും കാണിച്ചേരാ. ലാഗൊക്കെ പോയി വരുന്നുണ്ട്. ബാബാ വാ. ഈ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കളിക്കാനേ. കളി അവിടെ നമുക്ക് കേട്ടോ. കളി ഞാൻ കാണിച്ചേരാം ഞാൻ ആരാന്നിട്ടാ. ഈ ലോക്കിൻ്റെ ഉപയോഗം എന്താ പറയുക? ഇപ്പം നമ്മൾ ഇവിടെ ആളുണ്ട്. നമ്മൾ ചാടിനടുത്ത് കണ്ടോ? നമ്മൾ ചാടിയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഈസ് എടുക്കും. ഈസ് എടുക്കാൻ വരും. വാ 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 വാ. ഒരു മീസും വെടിച്ചൊക്കെ വിടണം. വെടിജസ് എങ്കിൽ വെടിജസ് വെടിജസ് വെടിജസ്. എടാ വെടിജസിന് പോട്ടെടാ. വെടിജസ് ആളെ കിടുക. വാ ഞാൻ ആരാണ് ഇതിൽ ഞാൻ കാണിച്ചത്. ഇത് ഞാൻ പ്രോ ആണ്. പ്രോ ഞാൻ ഇന്ത്യകളിൽ മുമ്പ് വരില്ല കേട്ടോ. ആരെങ്കിലും പോകുന്നുണ്ട്. നമ്മൾ ഓടിയുണ്ട്. നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുന്ന കേട്ടിട്ടില്ലേ? ഇന്നത് കിട്ടിയിട്ടേ പോകുള്ളൂ. നമ്മളപ്പോൾ 2 1 ഒരുത്തനൗട്ട്. ഇനൗട്ട് ഇനോ ഇനോ. അവിടെ ഇന്ത്യകളിൽ നിന്ന് ആദ്യം ബോംബ് വരാൻ മതി. ഒന്ന് ഈ സൈഡ് കൂടി വരുന്നുണ്ട്. നമ്മൾ ഈ സൈഡ് വിടണം. ഇതിനുള്ളിൽ കൂടി വിടണം. ഫുള്ള് പ്രൊഫഷണലിസം കളിക്കണം. എന്നിട്ട് ഇതിൽ കൂടെ ഓടണം. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ ഓടണം. എന്നിട്ട് ഇതിൽ കൂടെ തന്നെ ഇങ്ങോട്ട് ഓടണം. ഞാൻ അപ്പോൾ വാങ്ങിയൊരു ഭാഗ്യത്തിന് ഇന്ത്യയിലെത്തി. ഞാൻ അപ്പോൾ അങ്ങോട്ട് തന്നെ കൊടുത്തു. റിട്ടേൺ കൊടുത്തോണേ. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇതിൽ കൂടെ വരുന്ന ഈ ഇടയിൽ കൂടെ. പൊട്ടടാ ബോംബേ. കളിച്ചില്ല. എൻ്റെ ഭാഗ്യടാ. പൊട്ടാൻ നേരത്തെ ഇന്ത്യക്കലാണ് വരുന്നത്. മൊത്തം രക്ഷപ്പെട്ട് പോവാണ്. രക്ഷപ്പെടാടില്ല. ഈ ബോംബ് പൊട്ടാൻ നേരത്തെ ഇന്ത്യക്കൽ എത്തുന്നുണ്ട്. എൻ്റെ അടുത്താണ് ബോംബ് വരുന്നത്. ഹൗ ഇത് ശരിയല്ല ഗൈസ്. ശരിയല്ല. എടാ പോയി ഞാൻ ഔട്ടായി. ലാഗ് പിന്നെയും തുടങ്ങി. അപ്പോൾ കളി കളിക്കണ ചൊറ കളി. അവിടെ ഈ ലാഗ് ഇല്ലാണ്ട് ഞാൻ ജയിക്കണ്ടാടാ. ഇത്രക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രക്കും ഞാൻ നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല. ഞാൻ ഇതിന് മുമ്പ് ഇന്നലെ ട്രൈ ചെയ്തപ്പോഴൊന്നും നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലേനു. പക്ഷെ എന്നാലും കിടിലം കളി തന്നെ ഇട്ടാൻ. പാസ്വേഡ് എക്സ്പ്ലോർഡ് പറഞ്ഞാൽ നിങ്ങൾ കളിച്ച് നോക്കിയിട്ട് അഭിപ്രായം വരാം. അങ്ങനത്തെ നെറ്റ്വർക്ക് ലാഗിൻ്റെ ടൈമിലൊന്നും കളിക്കാൻ നിൽക്കല്ലേ വയ്യ. ഇതേമാതിരി ആവട്ടെ അവസ്ഥ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോസ് കുറേ ആൾക്കാർ കാണുന്നവരിൽ ഏറ്റവും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അത് കാണാത്തവർ കുറേ ആൾക്കാർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തരാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതാണ് ബ്രിഡ്ജ് 2 ഗൈസ്. GG2 ഗൈസ്. കളി തുടങ്ങുമ്പോൾ തന്നെ എന്ത് കളിയാണ്. ഇവിടെ തന്നെ കോണി ഏരിയ. എന്ത് കളിയാടാ. ഞാൻ കൊടുത്താ അപ്പം ചെയ്യാൻ മതി. പിന്നെ അവിടെ ലാഗിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തു പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതാ വരുന്നത്. നേരത്തെ വരിക.
ഇവിടെ മേലെ സേഫ് അപ്പം അടിക്കടാ. ഇവിടെ ഒരു കിടന്ന സ്പോട്ടുണ്ട്. സ്പോട്ടിലോട്ട് പോകണം. പോവാം. ഇവിടെ അങ്ങനെയായിട്ട് ആരും വരുന്നില്ല. പക്ഷെ ഇനി വരും കറുപ്പേനെ വരുന്നത്. എൻ്റെ പിന്നാലാണ് കൈസ്, എൻ്റെ പിന്നാലാണ്. അല്ല ഇവിടെ മുങ്ങി കൈ കൂടെ അങ്ങോട്ട് കീറും. അപ്പോൾ നിങ്ങൾ അടിയിൽ ഇറങ്ങാം. അതും പൊട്ടി അവിടെ പൊട്ടടാ. ഇനി പിന്നെയൊക്കെ നാം പൊട്ടുക. ഒരുമാതിരി കളി കളിക്കലട്ടാ. ഇത് കള്ളകളി ഇതിൻ്റെ പിന്നാലെ. CCBC എന്ത് കാര്യം രക്ഷപ്പെട്ടാണ്. ഇത്ര ആൾക്കാരേ ഉള്ളൂ. കൊടുത്തിട്ട് ഓടട്ടെ. ഓട്. ലാസ്റ്റ് 1 സെക്കൻഡിൽ ഞാൻ അവൾക്ക് കൊടുത്തു ഗൈസ്. അത് മതി കുത്തിൻ്റെ ചിഹ്നം ചെയ്യാനല്ലോ. പിന്നെ ഞാൻ തന്നെയാണല്ലോ തെറിച്ച് പോകണമൊക്കെ ഞാനാ. പെട്ട് ഞാൻ പൗട്ടാവും ഗൈസ്. അങ്ങോട്ട് നടുക്കടാ. ആദ്യം നടുക്ക്. ഓളെ തെറിപ്പിക്ക്. ഞാനോട്ടായി ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, കളി കിട്ടില്ലെന്ന് തന്നെയാണ്. നമുക്ക് ഒരു റൗണ്ട് കൂടി കളിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. മെയ്സ് കിട്ടില്ലാണ് മെയ്സ്. അവിടെ മെയ്സ്ക്ക് വന്നിട്ട് ആണാണ് എന്നെ പൊട്ടിക്കടാ. വോട്ട് മൊത്തം അതിനോ ചോറ. ഈ സ്ഥലം തീരെ ഇഷ്ടമായില്ല. ചോറ സ്ഥലമാണ്. മെയ്സൊക്കെയാണ് ഇടയിൽ പെടുകയും ചെയ്യും. അങ്ങനത്തെ രീതിയിലുള്ള കളിയും കൂടിയാണ് മെയ്സ് വരുമ്പോൾ. ആളൊന്നും അടിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ മേലേക്ക് പോണത്. അറിയോ ഞാനുണ്ട് ലിസലോവർ പൊട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതും പൊട്ടി. ഇനി അടിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇപ്പോൾ ആൾ അടിയിലല്ലേ, അപ്പോൾ നമ്മൾ മേലേക്ക് കയറണം. അപ്പോൾ ആൾ മേലേക്ക് വരുമ്പോൾ നമ്മൾ അടിയിലേക്ക് ഇറങ്ങണം. അടിയിലേക്ക് വന്നപ്പോൾ നമ്മൾ മേലേക്കും കയറി. അപ്പോൾ അവിടെ പൊട്ടി. അത്രയേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിലേക്കായിട്ട് പോകുമ്പോൾ വന്നാൽ പോയിട്ടോ. അപ്പോൾ അടിയിൽ തന്നെ നിൽക്കുക. എന്നിട്ട് മേലെ കയറുക. അടിയിലല്ലേ, അടിയിലാകുമ്പോൾ അടിയിൽ തന്നെ നിൽക്കുക. അല്ല മേലെ തന്നെ നിൽക്കുക. മേലേക്ക് കളി. ഈ റൗണ്ട് ഞാനേ ഒരു കളി ജയിച്ചിട്ടേ പോകുള്ളൂ. ഈഗോ പ്രശ്നമാണ്. മോനെ നിർത്തി പോടാ അവിടുന്ന്. ഇതൊക്കെ എനിക്ക് ഭയങ്കര സുഖമായുള്ള കാര്യങ്ങളാണ്. ഇപ്രാവശ്യം ജയിച്ചിട്ടേ പോകുള്ളൂ. മാഷടാ എന്ത് ലാഗാണ്. ലാഗിലല്ലേ ഒരിക്കൽ പിന്നെ പൊട്ടിക്കാൻ കഴിയാനുള്ളൂ. ലാഗല്ലാതെ ഒരു വട്ടമാണെങ്കിൽ പൊട്ടിച്ച് കാണിക്കടാ. ലാഗായതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെടുന്നു ഗൈസ്. ഇല്ലെങ്കിൽ ഇവരെ അഞ്ച് ഞാൻ എടുത്തിനു. വരില്ല നമ്മൾ കാണിച്ചു കൊടുക്കും. നമ്മളോട് അവരൊക്കെ കളി. അടുത്ത റൗണ്ട് ജയിച്ചിട്ടേ പോകുള്ളൂ. ഈഗോ പ്രശ്നമാണ്. പെട്ടെന്ന് തീർക്കടാ ഫൈറ്റ്. നമ്മൾ 2 വട്ടം ഫൈനലിൽ കയറി ഉണ്ടോ? 2 വട്ടം ഫൈനലിൽ കയറിക്കണം. നമുക്ക് ജയിക്കണം എന്നുള്ളൊരു പ്രശ്നം കൂടി ഉള്ളൂ. കൊല്ലടായവനെ കഴിയണില്ല. മോർണിംഗ് ബാബാ വോട്ടേനാ. അവിടെ മെയ്സോ മേടിച്ചോ. 2 ഞാൻ മേടിച്ച് വെടിച്ചിൽ ഞാൻ ജയിച്ചിട്ടേ പോകുള്ളൂ. വെടിച്ച് തീർച്ചയായും ഇന്ത്യയിൽ ബോംബ് വന്നാൽ മാത്രമേ പെടലുള്ളൂ കേട്ടോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇല്ല. ആളിതാ അവിടെയാണ്. നമ്മൾ ഇതിൽ കൂടെ അങ്ങനെ പോകണ്ട. ഇതിൽ കൂടെ പോകണ്ട. അവിടെയാണ്. ആയിക്കോട്ടെ. ഔട്ടു. ലാസ്റ്റിക്കാണ് ഞാൻ വാങ്ങാൻ നിൽക്കണേ. എന്തിനു നിൽക്കും പോലും അറിയില്ല. എൻ്റെ പിന്നാലെയാണ് കാശ്. എൻ്റെ പിന്നാലെയാണ്. വേണ്ട. അവിടെ ലാഗ് തുടങ്ങി. ഒരുമാതിരി കളി തുടങ്ങിയിട്ടാ. പിങ്കാവും തരാ. ഇപ്പം അവിടെ നിൽക്കും. എന്നിട്ട് എനിക്ക് തരും. വെട്ട് രക്ഷപ്പെട്ടെന്ന് ഉദ്ദേശിച്ചിട്ടാ. അങ്ങനെയും പറയാം. അപ്പോൾ അഞ്ഞ് എത്ര ആളുണ്ട്? 3 ആളോ? ഇന്ത്യയിലാണ്ടോ ബോംബ്? 4 ആളാ. കൊടുത്തുക്കണേ. അവിടെ പൊട്ടിയാൽ മതി. അവിടെ പൊട്ട്. അവിടെ പൊട്ടടാ ബോംബ്. ഫൈനല് CCBC vs CCBC ആദ്യമായിട്ട് അവിടെ ഫൈനലിൽ കയറുന്നത്. ജയിച്ച് ചെയ്തിട്ടേ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പോവാണേ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് കാരണം എന്താ വെച്ചാൽ
കുറേ ടൈമായി. അപ്പോൾ ഇത്രക്കും വേണ്ട വെച്ചിട്ട് ആണ് ഇന്നത്തെ ഒരു ഇതിലോട് പോണേ.